ഗായ്സ്, ലഞ്ച് ടൈം ആയപ്പോൾ വീഡിയോ എടുക്കും. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി. കാരണം ഇന്നത്തെ വ്ലോഗ് 12 മണി വരെ കാണും. കാരണം എന്താണ്, ഇന്ന് നമ്മുടെ ശംഖുവിന്റെ ഡാൻസ് ആണ്. പിന്നെ ഇന്നിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചപ്രം വരികയാണ്. അതിൻ്റെ ഒപ്പം ശംഖുവിന്റെ ഡാൻസ്. അപ്പൊ ലഞ്ച് ടൈമിൽ എന്തായിരിക്കും കാണാം. 3, 2, 1 ടൺ ഡ്രൈ ബിരിയാണി വേഴ്സസ് ചിക്കൻ കറി. അതുകൊണ്ട് അമ്മ സെർവ് ചെയ്യുന്നു, ഞാൻ എടുക്കുന്നു, തിന്നാൻ വന്നില്ല. എടുക്കട്ടെ, ബിരിയാണി ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ ചാറിലെ നമുക്ക് ആണെങ്കിൽ കുറച്ച് കഷ്ണം കൂടി എടുത്ത് വയ്ക്കാം. കഷ്ണം എടുത്ത് വെച്ചിട്ട് ബിരിയാണിയുടെ ഒപ്പം ഇങ്ങനെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് വരാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ വീട്ടിൽ ചപ്പറം വരണം പറഞ്ഞല്ലോ. ശംഖുവിൻ്റെ ഡാൻസ് ഉണ്ട്. ചപ്പറം വരണോണ്ട് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ പോണ്. അമ്മ ദാ കുളിക്കാൻ കയറി. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണാം. ശംഖുവിനെ കാണിച്ചില്ലല്ലോ, കാണിച്ചു തരാം ഗൈസ്. കാണാമെന്ന് ഇറങ്ങണം. മാക്സ് സൂം ചെയ്ത് കാണിച്ചു തരാം. ആ വീട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഉണ്ടാകുക ശങ്കരു കാണാമെന്ന് പറഞ്ഞൂടെ. ഇതിന് 10x കാണാൻ പറ്റില്ല, കണ്ടില്ല, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പം ചപ്രം ഇന്ന് കാണാൻ പറ്റിയാണ്. ഞാൻ പള്ളിയിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാളെ പള്ളിയിൽ പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് 14-ാം തീയതിയാണ് അപ്ലോഡ് ചെയ്തത്. ഈ വീഡിയോ മിക്കവാറും എൻ്റെ ഡേറ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ ഇടും, ചിലപ്പോൾ ഞാൻ താമസിച്ചു. ചിലപ്പോൾ എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തെങ്കിലും വരും. ഓക്കെ ഗൈസ്, നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് കാണാം. ഗൈസ്, ഉണ്ണിയപ്പം തിളച്ചോണ്ടിരിക്കുന്നു. അടുപ്പിൽ തിളച്ചോണ്ടിരിക്കുന്നു. അല്ലേ അമ്മ? അല്ലേ തിളച്ചോണ്ടിരിക്കുന്നല്ലേ? അപ്പോൾ എന്തിനമ്മ ഗ്യാസ് നിറണ്? നമ്മുടെ വീട്ടിൽ ഗ്യാസ് നിറഞ്ഞു. ഉണ്ണിയൊക്കെ ഉണ്ടാക്കി ശംഖുവിനെ നേഴ്സറിയിൽ ഡാൻസിൽ കൊണ്ടാക്കുമ്പോൾ അടുത്ത ഇത് നമുക്ക് കാണാം. അല്ലേ അമ്മ? അടുത്ത ഇതിൽ ഒരു ഗൈസ് എന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ശങ്കുരിത ഡാൻസിന് പോയി ഇറങ്ങിയത് അവിടെ നിൽക്കുന്നത്. ആണ്ടേക്കാണ് ബാ. പിന്നെ അവിടെ നിൽക്കാം. വേണ്ട, ഇറങ്ങി നിൽക്കണം അവിടെ ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും അവൻ്റെ നേഴ്സറിയിൽ പോയി അവനെ ഒരുങ്ങിയിട്ട് കാണാം. അപ്പം ശങ്കരു, നീ ഒരുങ്ങിയിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ശങ്കരു ഒരുങ്ങിയിട്ട് കാണാന്ന് പറ. ശങ്കരു ഒരുങ്ങിയിട്ട് കരയല്ലേ? ഒരുങ്ങിയിട്ടാണോന്ന് പറ. ശംഖുവിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചപ്പറം വരും. ശംഖു ഞാനും കൂടെ ഓടിക്കളിച്ചതാണ്. എങ്ങനെ ആണ് ശംഖു ഡാൻസൊക്കെ കഴിഞ്ഞ്? എങ്ങനെയുണ്ട്? ഡാൻസിനെ കുറിച്ച് പറ. ഡാൻസിന്റെ ഡാൻസ് കളിച്ചപ്പോ നിനക്ക് പാടുള്ള സ്റ്റെപ്പായിരുന്നു, എളുപ്പമുള്ള സ്റ്റെപ്പായിരുന്നു? നിനക്ക് മഞ്ച് കിട്ടിയാന്ന്? കിട്ടി. ഡാൻസ് കളിച്ച ഗൈസിന് കാണിച്ചു കൊടുക്കാമോ? കാണിച്ചു കൊടുക്കുന്ന ചെയ്യണം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ ഇനി ചപ്പറം വരുമ്പോ കണ്ടാൽ മതി. ഈ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ഇരിക്കണോ ഗൈസ്? അപ്പം ചപ്പറം വരാൻ ഏകദേശം 10-10:30 ആവുന്നതായിരിക്കും. അതുവരെ ലെറ്റ്സ് ബ്രേക്ക്. ചുമ്മാ പറഞ്ഞത്, നിങ്ങൾ ബ്രേക്ക് ഒന്നുമില്ലല്ലോ. അപ്പൊ ചപ്പറം വരുമ്പോ കാണാല്ലേ ശങ്കരു? ചപ്പറം വന്നു.
പള്ളിയിലൊന്നും പോയില്ല. ഈ 15-ാം തീയതിയാണ് ഇവൻ്റെ പെരുന്നാൾ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ 15-ാം തീയതിയാണ് ഈ വീഡിയോ ഇട്ടത്. മാലയൊക്കെ മൊത്തം വലുതായി. ഇന്ന് രാത്രി അത് കൊച്ചുള്ളി ഇതുവരെ കാണിച്ചിട്ടില്ല. ഇപ്പൊ എന്താ അവിടെ വിശുദ്ധ അന്തോണി സാറെന്നും പറഞ്ഞുകൊണ്ട് പള്ളിയിൽ അച്ഛൻ ഇത് പറഞ്ഞത് രാത്രി 11 തിരിച്ചോണ ഉണ്ട്. തിരിച്ച് ഞാൻ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചും പോകും. അവസാനം ഇതിൻ്റെ അവസാനം ഇത് കഴിഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ ബാക്കിലാണ് അന്തോണി ഇറങ്ങുന്നത്. ഇതാണ് അന്തോണി. രഥത്തിൽ മാതാവ് ഉണ്ടായിരുന്നു. അതിന് ഈ റോഡ് ശരിയല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചപ്രമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു വർഷത്തെ പെരുന്നാൾ ഇതാ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അതോടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ